നിർണായകമായ ഫലസൂചനകളിലേക്ക് ആറ്റിങ്ങൽ പോവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. അരുൺ, എന്താണ് ഏറ്റവും അവസാനവട്ട ചിത്രം ആറ്റിങ്ങലിലെ? ആറ്റിങ്ങൽ ഇപ്പോഴും നേരിയൊരു ലീഡ് വി ജോയ് നിലനിർത്തുന്നു. രജിത് സൂചിപ്പിച്ച പോലെ കണക്കുകൾ ഇനിയും അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാട്ടാക്കടയിൽ 5300 വോട്ടിന് മുരളീധരൻ മുന്നിൽ എന്നൊരു കണക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്നുണ്ട്. അതിലൊരു സ്ഥിരീകരണം വേണം. ഏതായാലും കാട്ടാക്കട BJP കഴിഞ്ഞ കുറെ നാളുകളെ ശക്തി വർദ്ധിപ്പിക്കുന്ന മേഖലയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അവരുടെ വോട്ട് വിഹിതം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്ന മണ്ഡലമാണ്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് പ്രചരണത്തിനെടുത്ത മണ്ഡലവും കാട്ടാക്കടയായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടാക്കടയിൽ വലിയ മുന്നേറ്റം BJP പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പൂർണ്ണമായി വിശ്വസിക്കാമെങ്കിൽ 5300 വോട്ടുകൾക്ക് അവിടെ മുരളീധരൻ മുന്നിലെത്തി. അത് ഇനിയുള്ള ഈ ടാലിയിൽ നിർണായകമായി മാറാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ ചെറിയൊരു ലീഡ് ജോയ് നിലനിർത്തുമ്പോൾ അവിടെ BJP പിടിക്കാവുന്ന വോട്ടുകൾ കൂടി ഇനി പ്രധാനമാണ്. ഇപ്പോഴത്തെ ഔദ്യോഗിക കണക്ക് പ്രകാരം 2,35,355 വോട്ടാണ് വി മുരളീധരനുള്ളത്. ഒന്നാം സ്ഥാനത്തുള്ള വി ജോയിക്ക് 2,44,000, അതായത് ഏകദേശം 9,000 വോട്ടിന്റെ വ്യത്യാസം അവർ തമ്മിലുണ്ട്. 1,300 വോട്ടിന്റെ വ്യത്യാസം വി ജോയും അടൂർ പ്രകാശ് തമ്മിലുണ്ട്. അപ്പോൾ ഈ കാട്ടാക്കടയിൽ നിന്ന് ഇത്രയധികം വോട്ടുകൾ മുരളീധരന് ലഭിച്ചാൽ ഒരുപക്ഷെ അത് ഈ അന്തിമ കണക്കെടുപ്പിൽ ജോയിക്ക് ഗുണമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ആരാണ് ആറ്റിങ്ങലിൽ ഇത്തവണ ജയിക്കാൻ പോകുന്നത്? അരുണ, ഒരു സംശയം കൂടി. ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായി എണ്ണിത്തീർന്നു അങ്ങനെ നമുക്ക് കണക്കെടുക്കാൻ കഴിയുമോ? കാരണം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഒരുപോലെയാണല്ലോ എണ്ണി വരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തെ വേർതിരിച്ച് നിർത്തി കണക്ക് ശേഖരിക്കുക ഈ ഘട്ടത്തിൽ എത്ര എളുപ്പമാകുമോ? അങ്ങനെ പറയാൻ കഴിയില്ല. എണ്ണാനുള്ള വോട്ടുകളിൽ എല്ലാവർക്കും ഒരുപോലെ സ്വാധീനമുള്ള മേഖലകളുണ്ട്. ചിലയിടത്ത് ഏറിയും കുറഞ്ഞും അത് 3 മുന്നണികൾക്കുമുണ്ട്. അതുകൊണ്ടാണ് അത്തരം ഒരു കണക്കിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ ആ രീതിയിൽ കൃത്യമായി കടന്നു പോകാൻ കഴിയാത്തത്. മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയമുറപ്പിച്ച ശശി തരൂരിന്റെ വോട്ടിംഗ് പാറ്റേണിൽ കുറച്ചുകൂടി വ്യക്തമായ കണക്കുകൾ ലഭ്യമായിരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ തരൂരിന് 5000-ലധികം വോട്ടിന്റെ ലീഡാണ് ലഭിച്ചത്. നേമത്തെ BJPയുടെ ലീഡ് 22,000 വോട്ടാണ്. നേമത്തെ തരൂർ രണ്ടാമതെത്തി. കഴക്കൂട്ടത്ത് BJPക്ക് 4000 വോട്ടിന്റെ ലീഡുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കണം. കഴക്കൂട്ടം മണ്ഡലത്തിൽ BJP മുന്നിലെത്തിയിരിക്കുന്നു. വട്ടിയൂർക്കാവിലും BJPക്കാണ് ലീഡ്. 7000 വോട്ടിന്റെ ലീഡാണ്. പാറശാല ശശി തരൂരിന് 12,372 വോട്ടിന്റെ ലീഡ് പാറശാല മണ്ഡലത്തിൽ ലഭിച്ചു. നമുക്കറിയാം പാറശാല, കോവളം, നെയ്യാറ്റിൻകര ഈ മണ്ഡലങ്ങളാകാം ഒരുപക്ഷെ അന്തിമ കണക്കെടുപ്പിൽ ശശി തരൂരിനെ 4ാമതും തിരുവനന്തപുരത്തിന്റെ MP ആയി മാറ്റുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ശശി തരൂരിനെ അകമഴിഞ്ഞു സ്നേഹിച്ച മണ്ഡലങ്ങളാണ്, നിയമസഭാ മണ്ഡലങ്ങളാണ് പാറശാലയും നെയ്യാറ്റിൻകരയും കോവളവും. അത്തവണയും അങ്ങനെ ഉണ്ടായി എന്ന് വേണം ഇപ്പോഴത്തെ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കാൻ. ഏതായാലും 4 നഗരമണ്ഡലങ്ങളിലും വിജയം നേടാൻ BJPക്ക് കഴിഞ്ഞില്ല. സെൻട്രലിൽ ഈ ഇത്തരത്തിൽ 5000-ലധികം വോട്ടിൽ ലീഡ് ലഭിച്ചത് ശശി തരൂരിനാണ്. അതാണ് സാഹചര്യം. എന്തായാലും തിരുവനന്തപുരത്ത് ഒരു തനിയാവർത്തനം സംഭവിക്കുന്നു എന്ന് വേണം കരുതാൻ. അവിടെ പരമ്പരാഗത സ്വഭാവത്തിൽ തിരുവനന്തപുരം വോട്ട് രേഖപ്പെടുത്തി. അതാവാം UDFനും ശശി തരൂരും അനുകൂലമായത് എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വേഗത്തിൽ ഇടവേള, മടങ്ങി വരാം. प्रसाद मैं के दादू रे प्रसाद है ये लग क्या वाला ए मोबाइल माइक माटे पीछे माइक माटे सब पीछे സുരേഷ് ഗോപിയുടെ ജയം അത് ഐതിഹാസിക വിജയമായി BJP ചരിത്രത്തിൽ രേഖപ്പെടുത്തും. 40% വോട്ടുകൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു വലിയ കുതിപ്പാണ്. 12% വോട്ടുകൾ കൂടുതൽ നേടിയാണ്. നമ്മൾ ഇന്നലെ സംസാരിക്കുന്ന BJP നേതാക്കൾ പോലും ഒരു 10,000 വോട്ടിന് മുകളിലുള്ള വിജയം സുരേഷ് ഗോപിക്ക് പ്രെഡിക്റ്റ് ചെയ്തിരുന്നില്ല. അതിപ്പോൾ ഇത്ര വലിയൊരു വിജയം എന്ന് പറയുന്നത് എന്ത് അത്ഭുതമാണ് അവിടെ സുരേഷ് ഗോപി കാഴ്ചവെച്ചത് എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഡാനി പോൾ ഉണ്ട്. ഡാനി, എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ? എത്ര ശതമാനം വോട്ട് നേടിയാണ് തൃശ്ശൂരിൽ താമര വിരിഞ്ഞത്?
രഞ്ജിത്ത്, പലരും തന്നെയും ഈ ഒരു ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപിയെ എഴുതി തള്ളുന്ന ഒരു രീതിയിലേക്കായിരുന്നുവെങ്കിലും അവിശ്വസനീയമായ രീതിയിലേക്ക് സുരേഷ് ഗോപി മത്സരത്തിലേക്ക് തൃശ്ശൂരിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. തൃശ്ശൂരിൽ പണ്ട് പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ എടുക്കുവാണ് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഈ ടൂർണമെന്റ് തുടക്കം മുതൽ ഒടുക്കം ഈ അവസാന റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ 65,000 ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപിക്ക് കാലിടറിയിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു ഘട്ടത്തിൽ പോലും എതിരാളികൾക്ക് അതിനടുത്തേക്ക് വരാൻ പോലും കഴിയാത്ത രീതിയിൽ ബഹുദൂരം പിന്നിലാക്കി അപ്രമാദിത്യം തുടരുകയായിരുന്നു. തീർച്ചയായും ശക്തന്റെ മണ്ണിൽ വടക്കുന്നാഥന്റെ മുന്നിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് ഇത്തവണ ഇതാ ഒരു താമരപ്പൂ കൊണ്ടുവെക്കുന്നു സുരേഷ് ഗോപി. അത്രമേൽ BJP പ്രവർത്തകർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിജയം, കരുത്തുറ്റ വിജയം, 60,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള ആധികാരികമായ വിജയമാണ് സുരേഷ് ഗോപി നേടുന്നത്. നേരത്തെ ഡാനി സൂചിപ്പിച്ചതുപോലെ വിമർശകർക്ക്, എതിരാളികൾക്ക്, സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ പെരുമഴ പെയ്യിച്ചവർക്ക് ഇതാ ഈ ജനാധിപത്യത്തിലൂടെ തന്നെ സുരേഷ് ഗോപി മറുപടി നൽകുകയാണ്. അങ്ങനെ സുരേഷ് ഗോപി ഒടുവിൽ തൃശൂർ എടുത്തിരിക്കുകയാണ്.